ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും ആവേശകരമായ T20 ലോകകപ്പുകളിൽ ഒന്നിൽ ഇന്ത്യ കിരീടം ചൂടിയപ്പോൾ ആ വിജയത്തിന് അടിത്തറ പാകിയത് യുവത്വവും അനുഭവസമ്പത്തും കോർത്തിണക്കിയ തന്ത്രങ്ങളായിരുന്നു. ടീമിലെ വെടിക്കെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മയും സീനിയർ താരം സഞ്ജു സാംസണും തമ്മിലുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ടൂർണമെന്റിലുടനീളം ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ ലോക ഒന്നാം നമ്പർ താരമെന്ന പദവിയിലേക്ക് ഉയർന്ന അഭിഷേക് ശർമ്മ ഫൈനലിൽ തന്റെ തകർപ്പൻ പ്രകടനത്തിന് പിന്നിലെ സഞ്ജു സാംസൺ ഫാക്ടർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കരിയറിലെ ആദ്യ ലോകകപ്പ് കളിക്കാനിറങ്ങിയ അഭിഷേക് ശർമ്മയ്ക്ക് ടൂർണമെന്റിന്റെ ആദ്യ ഘട്ടങ്ങളിൽ തന്റെ പേരിനൊത്ത പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല. IPL-ലെ മികച്ച പ്രകടനത്തിന്റെ ആത്മവിശ്വാസത്തിലെത്തിയ താരം അന്താരാഷ്ട്ര വേദിയുടെ സമ്മർദ്ദത്തിൽ ചിലപ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടുത്തി. എന്നാൽ ടീം മാനേജ്മെന്റ് അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകി. അഭിഷേകിന്റെ പ്രതിഭയിൽ വിശ്വസിച്ച നായകനും കോച്ചും അദ്ദേഹത്തിന് ക്രീസിൽ സ്വാതന്ത്ര്യം നൽകി. ഈ സമയത്താണ് ഓപ്പണിംഗ് പങ്കാളിയായ സഞ്ജു ഒരു ജ്യേഷ്ഠനെ പോലെ അഭിഷേകിന് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇംഗ്ലണ്ടിനെതിരായ നിർണായകമായ സെമിഫൈനലിലായിരുന്നു അഭിഷേക് ശർമ്മ തന്റെ കരിയറിലെ ഏറ്റവും വലിയ പാഠം പഠിച്ചത്. ആ മത്സരത്തിൽ ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലണ്ടിന്റെ ഒരു ഓഫ് സ്പിന്നർ മികച്ച രീതിയിൽ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അഞ്ചാമത്തെ പന്തിന് ശേഷം സഞ്ജു ക്രീസിൽ മധ്യഭാഗത്തെത്തി അഭിഷേകിനോട് പറഞ്ഞു, അടുത്ത പന്തിൽ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഓവർ നമുക്ക് റിസ്ക് ഇല്ലാതെ പൂർത്തിയാക്കാം. റൺസ് വരാനിരിക്കുന്നതേയുള്ളൂ. എന്നാൽ ആവേശഭരിതനായിരുന്ന അഭിഷേക് ആ ഉപദേശം ചെവികൊണ്ടില്ല. തന്റെ ഹിറ്റിംഗ് ശേഷിയിൽ അമിതമായി വിശ്വസിച്ച താരം അടുത്ത പന്തിൽ ഒരു വലിയ ഷോട്ടിന് ശ്രമിച്ചു. എന്നാൽ പന്ത് വിചാരിച്ച പോലെ കണക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച അഭിഷേക് വിക്കറ്റ് നൽകി മടങ്ങി. ഡ്രസ്സിംഗ് റൂമിലിരുന്ന് ആലോചിച്ചപ്പോഴാണ് സഞ്ജുവിന്റെ വാക്കുകളുടെ വില അഭിഷേകിന് മനസ്സിലായത്. തന്റെ വിക്കറ്റ് നഷ്ടമായത് സഞ്ജുവിന്റെ ഉപദേശം ലംഘിച്ചതുകൊണ്ടാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതോടെ ഫൈനലിൽ സഞ്ജു എന്ത് പറഞ്ഞാലും അതനുസരിച്ച് ുമെന്ന് അഭിഷേക് മനസ്സിൽ ഉറപ്പിച്ചു. ന്യൂസിലൻഡിനെതിരായ ഫൈനലിൽ ഇന്ത്യയും കിവീസും നേർക്കുനേർ വന്നപ്പോൾ രാജ്യം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു നിന്നു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യക്ക് ഒരു തകർപ്പൻ തുടക്കം അത്യാവശ്യമായിരുന്നു. സഞ്ജുവും അഭിഷേകും ക്രീസിലെത്തി. അഞ്ചാം ഓവർ എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സഞ്ജു വീണ്ടും അഭിഷേകിന്റെ അടുത്തേക്ക് നടന്നെത്തി. അഭിഷേക് ഈ ഓവറിൽ അടിക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് സാധാരണ പോലെ കളിക്കാം. പവർ പ്ലേയിൽ ഒരു ഓവർ കൂടി ബാക്കിയുണ്ട്, അവിടെ നമുക്ക് തകർക്കാം, സഞ്ജു പറഞ്ഞു. സെമിയിലെ അനുഭവം ഉള്ളതുകൊണ്ട് അഭിഷേക് ഇത്തവണ പൂർണ്ണമായും സഞ്ജുവിനെ വിശ്വസിച്ചു. ആ അഞ്ചാം ഓവർ ഒരു റിസ്ക്കും എടുക്കാതെ അദ്ദേഹം പൂർത്തിയാക്കി. സ്കോർ ബോർഡിൽ ആ സമയത്ത് വലിയ ചലനം ഉണ്ടായില്ലെങ്കിലും ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയായിരുന്നു അത്. പവർ പ്ലേയിലെ അവസാന ഓവർ എറിയാൻ എത്തിയത് ന്യൂസിലൻഡിന്റെ പേസർ ജേക്കബ് ഡഫി ആയിരുന്നു. സഞ്ജുവിന്റെ അനുമതി ലഭിച്ചതോടെ അഭിഷേക് തന്റെ രൗദ്രരൂപം പുറത്തെടുത്തു. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ഓവറിനായിരുന്നു പിന്നീട് മൈതാനം സാക്ഷ്യം വഹിച്ചത്. ആദ്യ പന്ത് ഓഫ് സ്റ്റമ്പിന് പുറത്തു വന്ന പന്തിനെ തേർഡ് മാനിലൂടെ മനോഹരമായ ഒരു ബൗണ്ടറി കടത്തി അഭിഷേക് തന്റെ വേട്ട തുടങ്ങി. രണ്ടാം പന്ത് ഡെഫി ഒന്ന് പതറി. അടുത്ത പന്ത് സ്ലോട്ടിൽ ലഭിച്ച അഭിഷേക് അത് ലോങ് ഓണിന് മുകളിലൂടെ ഗാലറിയിൽ എത്തിച്ചു. പടുകൂറ്റൻ സിക്സർ. മൂന്നാം പന്ത് ഒരു ഷോട്ട് പന്തിനുള്ള ശ്രമം. അഭിഷേകിന്റെ ബാറ്റിന്റെ എഡ്ജിൽ തട്ടിയ പന്ത് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലൂടെ അതിർത്തി കടന്നു. ഭാഗ്യം കൂടി തുണച്ചതോടെ മൂന്നാമത്തെ 4. നാലാം പന്ത് സമർത്ഥമായി നേരിട്ട് അഭിഷേക് 2 റൺസ് ഓടിയെടുത്തു. അഞ്ചാം പന്ത് ഒരു തകർപ്പൻ പുൾ ഷോട്ട്. പന്ത് മിഡ് വിക്കറ്റ് ബൗണ്ടറിയിലേക്ക് പാഞ്ഞു. വെറും 18 പന്തിൽ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ അഭിഷേക് മൈതാനത്ത് ബാറ്റ് ഉയർത്തി വീശി. ആ ഓവറിൽ ഇന്ത്യ 20 റൺസ് അടിച്ചെടുത്തു. പവർ പ്ലേ കഴിഞ്ഞപ്പോൾ ഇന്ത്യ വിക്കറ്റ് നഷ്ടമില്ലാതെ 92 റൺസിന് എന്ന അവിശ്വസനീയമായ സ്കോറിലെത്തി. സഞ്ജുവിന്റെ ഉപദേശവും അഭിഷേകിന്റെ കഴിവും ചേർന്നപ്പോൾ ന്യൂസിലൻഡിന്റെ ബൗളിംഗ് നില തകർന്നുപോയി. തുടക്കത്തിൽ ലഭിച്ച ആ വേഗത ഇന്ത്യ നിലനിർത്തി. സഞ്ജു സാംസൺ ഒരൊറ്റത്ത് നങ്കൂരം വിട്ട് കളിച്ചപ്പോൾ അഭിഷേക് ശർമ്മയും പിന്നീട് വന്ന ബാറ്റർമാരും തകർത്തടിച്ചു. 20 ഓവർ പൂർത്തിയായപ്പോൾ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 255 റൺസ് എന്ന പടുകൂറ്റൻ സ്കോർ പടുത്തുയർത്തി. T20 ലോകകപ്പ് ഫൈനൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറുകളിൽ ഒന്നായിരുന്നു ഇത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ന്യൂസിലൻഡ് ഇന്ത്യൻ ബൗളിംഗ് ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കിവികൾ വെറും 159 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യ 96 റൺസിന്റെ ചരിത്ര വിജയം സ്വന്തമാക്കി. ലോകകിരീടം ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ ആ വിജയത്തിന് തിരികൊളുത്തിയത് അഭിഷേകിന്റെ ആ 18 പന്തിലെ 50 ആയിരുന്നു. മത്സരശേഷം അഭിഷേക് ശർമ്മ സഞ്ജുവിനെ കുറിച്ച് വാചാലനായി. സഞ്ജു ഭായിയുടെ അനുഭവ സമ്പത്ത് എനിക്ക് വലിയ പാഠമാണ്. കളി എപ്പോൾ വേഗത്തിലാക്കണം, എപ്പോൾ നിയന്ത്രിക്കണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. അദ്ദേഹം നൽകിയ ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഫൈനലിൽ ഇത്രയും നന്നായി കളിക്കാൻ കഴിഞ്ഞത്, അഭിഷേക് പറഞ്ഞു. മലയാളി താരം എന്നതിലുപരി ഒരു മികച്ച ലീഡർ കൂടിയാണ് താനെന്ന് സഞ്ജു സാംസൺ ഈ ലോകകപ്പിലൂടെ തെളിയിച്ചു. യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടു വരുന്നതിലും അവർക്ക് കൃത്യമായി തന്ത്രങ്ങൾ ഉപദേശിക്കുന്നതിലും സഞ്ജു വഹിച്ച പങ്ക് നിസ്തുലമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഭാവി വാഗ്ദാനമായി അഭിഷേക് ശർമ്മ മാറുമ്പോൾ അതിന് പിന്നിലെ കരുത്തായി സഞ്ജു സാംസണെ പോലെയുള്ള സീനിയർ താരങ്ങൾ ഉണ്ടാകുന്നത് ടീമിന് വലിയ മുതൽക്കൂട്ടാണ്. 2026-ലെ ഈ ലോകകപ്പ് വിജയം കേവലം ഒരു ട്രോഫി മാത്രമല്ല, മറിച്ച് ടീമിനുള്ളിലെ ഓരോരുത്തരുടെയും കൃത്യമായ പ്ലാനിങ്ങിന്റെയും വിജയമാണ്. അഭിഷേകിന്റെ വെടിക്കെട്ടും സഞ്ജുവിന്റെ മന്ത്രങ്ങളും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കും.